കഴിഞ്ഞ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതുവരെയുള്ള ഏതാണ്ട് എല്ലാ വിവാദങ്ങൾക്കും അദ്ദേഹം ദീർഘമായ മറുപടിയും നൽകി. അതിലേക്ക് തന്നെയാണ് ഇന്ന് ഈവനിംഗ് മലയാളവും ആദ്യം പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറാട് കലാപം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ബാലൻ ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് മുസ്ലിം വിഭാഗത്തിനെതിരല്ല, എതിർക്കുന്നത് വർഗീയതയെയാണ്, ഏതെങ്കിലും മതവിഭാഗത്തെ അല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിനും ഞങ്ങൾക്കും ഒരേ ശബ്ദമല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരിക്കൽ കൂടി ആ വാക്കുകളിലേക്ക്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല. ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ്. മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും BJPക്കോ രാജീവ് ചന്ദ്രശേഖറിനോ താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ്. ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രചരണമാണ് എന്ന് സ്ഥാപിക്കലാണ്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ഭൂരിപക്ഷ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. മിഷൻ 110 സാധ്യമാണെന്നും ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ സീറ്റോടെ LDF വീണ്ടും അധികാരത്തിലേക്ക് എത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായത് പ്രാദേശിക തിരിച്ചടികൾ മാത്രമാണ്. 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥ ജനങ്ങളുടെ മനസ്സിൽ വരുമെന്നും നിലവിൽ കേരളം അനുഭവിക്കുന്നത് സർവ്വതല വികസനമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ സംസ്ഥാനം സത്യഗ്രഹ സമരം നടത്തുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്രൈസ്തവരുടെ ഉന്നമനത്തിനുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഫെബ്രുവരി 6-ന് ന്യൂനപക്ഷ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി VS അനു തിരുവനന്തപുരത്ത് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. അനു, കഴിഞ്ഞ ഒരു മണിക്കൂറായി, ഈ ഒരു മണിക്കൂറിൽ കൂടുതലെടുത്തു അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്. ചോദ്യങ്ങൾക്കൊക്കെയും മറുപടിയും നൽകി. ഏറെക്കുറെ എല്ലാ വിവാദങ്ങൾക്കുമുള്ള മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ ഇതുവരെ AK ബാലനെ പരസ്യമായി പിന്തുണച്ച് മറ്റ് നേതാക്കളുടെ കാര്യമായ പ്രതികരണങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി കൂടി നൽകിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ VS അനു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു കേൾക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദി ആണ് എന്നുള്ളത് CPM നിലപാടാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതൊക്കാര്യം പറഞ്ഞതുമാണ്. പക്ഷെ പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വന്നതോടുകൂടി അതിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതൽ ആക്രമിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPM കടക്കുന്നു എന്ന ചില സൂചനകളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. അതിന് ഇടയിലാണ് AK ബാലന്റെ ഈ പറയുന്ന UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് അത് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നുള്ള AK ബാലന്റെ പ്രസ്താവന വരുന്നു. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെ CPIMന്റെ മുതിർന്ന നേതാക്കൾ ആരും ഈ വിഷയത്തിൽ അങ്ങ് പിടിക്കുന്നത് നമ്മൾ കണ്ടതുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി എന്താണ് പറഞ്ഞത്, എന്താണ് പറയേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ AK ബാലൻ പറഞ്ഞത്, ഈ മാറാട് കലാപകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കൊപ്പം പോയ കുഞ്ഞാലിക്കുട്ടി ഈ കലാപ സ്ഥലത്തേക്ക് വരരുത് എന്ന RSS നിലപാടെടുത്തു. അന്ന് RSSന്റെ അനുമതി വാങ്ങി കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോകേണ്ട ഗതികേട് അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഉണ്ടായി. അതേസമയം അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. തനിക്ക് ആരുടെയും അനുവാദം വാങ്ങാതെ അങ്ങോട്ടും പോകാനും കഴിയുന്നു. അതായത് ഇങ്ങനെ ചില വർഗീയ മതശക്തികൾക്ക് അടിപ്പെടുന്ന ഒരു സ്വഭാവം അത് UDFനുണ്ട് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം പറയുന്നത്. മാത്രമല്ല ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായിട്ടുള്ള പോരാട്ടം ഇന്ന് രാജീവ് ചന്ദ്രശേഖറും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ പ്രചരണായുധം അതാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അത് CPIM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമിയും ക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഒരേ ഭാഷയാണല്ലോ എന്ന് ചോദിച്ചതിന് അത് ഒരേ ഭാഷയല്ല. കാരണം ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് അത് മുസ്ലിം വിഭാഗത്തെ എതിർക്കുന്നതല്ല, ഞങ്ങൾ RSSനെ എതിർക്കുന്നത്, ഞങ്ങൾ ഹിന്ദു വിഭാഗത്തെ എതിർക്കുന്നതല്ല, വർഗീയത പറയുന്നവർക്കെതിരെ ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കും, അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നയത്തെ വളരെ കൃത്യമായി മുൻകാല രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ട്, ഒന്ന് സിംല സമ്മേളനം കഴിഞ്ഞെത്തിയ AK ആന്റണിയും ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണെന്നും അവർ ആനുകൂല്യങ്ങൾ കൂടുതൽ ചോദിച്ചു വാങ്ങുകയാണെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു. മാത്രമല്ല മലബാറിൽ 2-3 സീറ്റുകൾ കൂടുതൽ ലീഗിന് കൊടുത്താൽ അത് പിന്നീട് വലിയ പ്രശ്നമാകുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ പറഞ്ഞ ചെന്നിത്തലയുടെ നിലപാട്, മലബാറിൽ 33 സ്കൂളുകൾ അനുവദിക്കാൻ നേരം അത് തെറ്റായ കീഴ്വഴക്കമാണെന്നും 5ാം മന്ത്രി വിഷയത്തിൽ തെറ്റായ കീഴ്വഴക്കമാണെന്നും പറഞ്ഞ ഇപ്പോഴത്തെ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്, ഇങ്ങനെ പഴയ നേതാക്കളുടെ നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ അടിക്കടി ഇങ്ങനെ നിലപാട് മാറ്റുന്നു. പക്ഷേ CPMന് ഈ കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ, അത് വർഗീയതയ്ക്കെതിരാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സേതു, 110 സീറ്റ് നേടും, അതിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലുണ്ട്. കാരണം 10 വർഷത്തിന് മുമ്പുള്ള താരതമ്യം മാത്രം മതിയാകും 110 എന്ന് പറയുന്ന അല്ലെങ്കിൽ തുടർഭരണം നേടാൻ എന്നുള്ള ആത്മവിശ്വാസം കൂടെ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. യെസ്, ഓക്കെ അനു, ശരി. ഇപ്പോൾ വിവാദങ്ങൾക്കും മറുപടി പറഞ്ഞു, ഒപ്പം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.